ഹലോ, എല്ലാവരും കുറച്ച് സമയം ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ജോലി ചെയ്താൽ മതി. നീ എന്നെ അടിക്കുമ്പോ അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? അതുപോലെ ആ തെറ്റിനും നീ മാപ്പ് പറയുമ്പോ അത് കേൾക്കാനും കുറെ ആൾക്കാർ വേണ്ടേ? അതുകൊണ്ടാ ഇവിടെ വെച്ചാകാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങല്ലേ? നീ മാപ്പ് പറയണം. എങ്ങനെ മാപ്പ് പറയണം? എന്റെ ഈ കാലിൽ വീണ് നീ മാപ്പ് പറയണം. കാലിൽ വീണ് കരഞ്ഞ് നീ മാപ്പ് പറയണം. തുടങ്ങിക്കോ. എന്താ ഒരു മടി? ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചായതുകൊണ്ടാണോ? ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ നീ മാപ്പ് പറയണം. പറയാനല്ലേ പറഞ്ഞ? സാറിനെ അടിച്ചതില് എനിക്ക് പറ. നിനക്ക് ഒരു കുറ്റബോധവും ഇല്ല. റോഡരികിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ മേലെ നിങ്ങൾ വണ്ടി ഇടിച്ചു. എന്നിട്ടൊരു ക്ഷമ പോലും പറയാൻ മനസ്സ് കാണിക്കാതെ നിങ്ങൾ അത് ന്യായീകരിക്കല്ലേ ചെയ്തത്? ന്യായീകരിക്കാൻ മാത്രല്ല, ആ കുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി വായി തോന്നൊക്കെ പറയുകയും ചെയ്തു. അതാണ് തെറ്റ്. നിങ്ങൾ ചെയ്തതാ തെറ്റ്. തെറ്റ് ചെയ്ത് നിങ്ങളെ ഞാൻ അടിച്ചതില് ഒരു തെറ്റുമില്ല. അതിൽ എനിക്ക് ഒരു തരി കുറ്റബോധവും ഇല്ല. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ കീഴിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ നിങ്ങളെ അടിക്കുമായിരുന്നു. കാരണം ആ അടി നിങ്ങൾ അർഹിക്കുന്നുണ്ടായിരുന്നു. തെറ്റ് ചെയ്ത നിങ്ങളാ. തെറ്റ് ചെയ്ത നിങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിക്കുകയാണ് ചെയ്തത്. അത് തെറ്റല്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങളല്ലാതെ വകതിരിവുള്ള ആരും പറയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാപ്പ് പറയാൻ എനിക്ക് മനസ്സില്ല. ഈ ബോക്സിലെ തുണികൾ ഞാൻ കൃത്യമായിട്ട് എണ്ണി വെച്ചതാ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഇനി മുതൽ ആ ജോലി നിങ്ങൾ തന്നെ ചെയ്താൽ മതി. എനിക്ക് നിങ്ങൾ ശമ്പളം തരില്ലെന്നല്ലേ ഉള്ളൂ. പട്ടിണി കിടന്ന് എനിക്ക് ശീലമൊന്നുമില്ല. പക്ഷെ നിങ്ങളെപ്പോലൊരാളിന് മുന്നിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി പട്ടിണി കിടക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. നിങ്ങൾക്ക് എന്നെ വിരട്ടാൻ കഴിയും, പണിയെടുപ്പിക്കാനും കഴിയും, കണ്ണിച്ചോരല്ലാതെ ഉപദ്രവിക്കാനും കഴിയും. പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ല.
ഇതാണ് പെണ്ണ്. ഇങ്ങനെ ആയിരിക്കണം പെണ്ണ്. ശരിയായ ചട്ടമ്പിപ്പാറ് തന്നെ.